എൻ്റെ പ്രിയമുള്ളവരെ, ആരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ആരാണ് എൻ്റെ പ്രിയമുള്ളവരെ? 6-ാം നൂറ്റാണ്ടിലെ അക്രമവും അനീതിയും മാത്രം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന 6-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തില് 6-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ കടന്നു വന്ന മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? കള്ളിലും കാമക്കൂത്തിലും ലയിച്ചും കണ്ണില് കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകൾ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞാതരായ അധമവിഭാഗം, കള്ളിലും വ്യഭിചാരത്തിലും ചൂതാട്ടത്തിലും ചൂതുകളിയിലും മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അറേബ്യൻ ജനതയുടെ മണ്ണിലേക്ക് കടന്നു വരുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കടന്നു വരുന്നു. കള്ളിലും കാമക്കൂത്തിലും മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞാതരായ അധമവിഭാഗത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അതാ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ അറേബ്യൻ ജനതയെ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമികാരികളുടെ ഇടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുന്നത്. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം കൂട്ടരെ, ഹബീബായ തങ്ങൾ എവിടെയാണ് ജനിച്ചു വീഴുന്നത്? അക്രമികാരികളായ, അഹങ്കാരികളായ, തെമ്മാടികളായ, ധിക്കാരികളായ, സ്വേച്ഛാധിപതികളായ അതാ ഖുറൈശി തമ്പുരാക്കന്മാരുടെ ഇടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുന്നത്. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ, ജനിച്ചത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടാളന്മാരുടെ മുമ്പിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുന്നത്. ആക്രമികാരികളായ, സ്വേച്ഛാധിപതികളായ ആ ഖുറൈശി തമ്പുരാക്കന്മാരുടെ ഇടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണിട്ടും ആ അറേബ്യൻ ജനതയെ സ്വഭാവ സംസ്കാര സമ്പന്നരാക്കി മാറ്റി. അതാണ് ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന് സ്വർഗത്തിൽ പ്രതിഫല കൂമ്പാരമുണ്ടെന്ന സന്ദേശം എത്തിച്ച് അവിടുന്ന് ജ്ഞാന വെളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളിവെളുത്ത സൽമാൻ ഫാരിസി തങ്ങളെയും സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. താഴ്ന്നവനെന്നോ വലിയവനെന്നോ, ചെറിയവനെന്നോ താഴ്ന്നവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഇല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെയും സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രചിച്ച സുഹൃത വിപ്ലവങ്ങൾ ഏറെ വലുതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം വെക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും സ്നേഹിച്ച സഹാബി ഉണ്ടായിരുന്നു. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സഹാബി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ സഹാബാക്കൾക്കും ഇഷ്ടമാണ്. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഹുബൈബ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ ഹുബൈബ് എന്ന് പറയുന്ന ആ സഹാബിക്ക് ഹബീബായ തങ്ങളെ ജീവനായിരുന്നു, കരളിന്റെ കഷ്ണമായിരുന്നു. ഹബീബായ തങ്ങളെന്ന് കേട്ടാൽ അവിടുന്ന് ജീവൻ വരെ കളയാൻ തയ്യാറായിരുന്ന മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഉഹുദ് യുദ്ധത്തിൽ ബന്ദികളാക്കിയ 10 സ്വഹാബാക്കൾ ഒരാളായിരുന്നു മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കളുടെ വലയിൽ അകപ്പെട്ടു പോയ 10 സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സഹാബിയായിരുന്നു മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ബന്ധിച്ചു. ബാക്കി 9 പേരെയും അതാ ഉമയ്യത്ത് എന്ന് പറയുന്ന നികിഷ്ടനായ, ക്രൂരനായ, അക്രമിയായ, അഹങ്കാരിയായ ഭരണാധികാരി കൊന്നുകളഞ്ഞു, വധിച്ചു കളഞ്ഞു. അങ്ങനെ അതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്നും വധിച്ചിട്ടില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ ശത്രുപക്ഷത്തുള്ള നേതാക്കന്മാരും ഖുറൈശി തമ്പുരാക്കന്മാരും കടന്നു വന്നിട്ട് പറയുമായിരുന്നു, ഹുബൈബേ, നീ
നിന്റെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്നും നീ പിന്മാറുക ഹുബൈബേ. നീ ചോദിക്കുന്നതെന്തും നീ ആവശ്യപ്പെടുന്നതുമായ നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് നൽകാം. നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് നൽകാം. നിനക്ക് മക്കയുടെ രാജാവാകണോ, മദീനയുടെ അധികാരിയാവണോ, നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് നൽകാം എന്നതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ ശത്രുപക്ഷത്തുള്ള നേതാക്കന്മാർ അവിടെ നിന്നും പറയുമ്പോൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഒന്നും മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് വരുന്നത് ഉമയ്യത്ത് എന്ന് പറയുന്ന ബന്ദിയാക്കിയ ഭരണാധികാരി. ക്രൂരനാണ്, അക്രമികാരിയാണ്. ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ പേര് കേട്ടാൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അവിടുന്ന് പിടിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. അതാ ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ആരാണ്? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്ത് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറ എടുത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറത്ത് വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉപദ്രവിച്ച ക്രൂരനായ നികിഷ്ടനായ ഭരണാധികാരിയായിരുന്നു ഉമയ്യത്ത്. എൻ്റെ പ്രിയമുള്ളവരെ, ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി കടന്നു വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഹുബൈബേ, ഇത് നിന്റെ അവസാന സമയമല്ലേ ഹുബൈബേ? നിന്നെ തൂക്കിലേറ്റാൻ പോവുകയാണ് ഹുബൈബേ. നിന്നെ തൂക്കിലേറ്റാൻ പോകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം വെച്ചതിന്റെ പേരിൽ ഒരു സഹാബിക്കുണ്ടായ അവസ്ഥ. അങ്ങനെ ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി കടന്നു വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി പറയുന്നു, ഹുബൈബേ, ഇത് നിന്റെ അവസാന സമയമാണ് ഹുബൈബേ, ഇത് നിന്റെ അവസാന നിമിഷമാണ് ഹുബൈബേ. നീ ചോദിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് നൽകാം. നിനക്ക് മക്കയുടെ രാജാവാകണോ, മദീനയുടെ അധികാരിയാവണോ, നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് നൽകാം. പക്ഷേ നീ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്നും നീ പിന്മാറുക ഹുബൈബേ. നീ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്നും നീ പിന്മാറുക ഹുബൈബേ. മുഹമ്മദ് എന്ന് പറയുന്ന കള്ളവാദിയെ പറ്റി നീ അപവാദം പറയുക. നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് നൽകാം എന്നതാ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്ന ചന്ദ്രനെയും നിങ്ങൾ ഈ കാണുന്ന സൂര്യനെയും എൻ്റെ ഈ കൈവെള്ളയിലേക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇസ്ലാം മതമിൽ നിന്നും മാറുകയില്ല, ഇസ്ലാമിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല എന്നതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം കാരണത്താൽ, ഹുബ്ബ് കാരണത്താൽ, മുഹബ്ബത്ത് കാരണത്താൽ, ഹബീബായ തങ്ങളോടുള്ള പ്രണയത്തിന്റെ പേരിൽ ഹബീബായ തങ്ങളെയും ഞാനൊന്നും പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എതിരായതൊന്നും ഞാൻ പറയുകയില്ല. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി കേട്ട് ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ഉമയ്യത്ത് എന്ന് പറയുന്ന ഭരണാധികാരി കടന്നു വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് ബന്ദിയാക്കുകയാണ്, കെട്ടിയിടുകയാണ്. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിയിട്ടു. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓരോ കൈവിരലുകളും അവിടുന്ന് മുറിച്ചു മാറ്റുകയാണ്, അറുത്തു മാറ്റുകയാണ്. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കൈവിരലുകൾ മുറിച്ചു മാറ്റുകയാണ്. അപ്പോഴും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിൽ നിന്ന് വന്നത് തൗഹീദിന്റെ മന്ത്രധ്വനി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതായിരുന്നു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാനുള്ള കൃത്യസമയമായി. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമയ്യത്ത് എന്ന് പറഞ്ഞ ഭരണാധികാരി വീണ്ടും ചോദിക്കുന്നു, ഹുബൈബേ, ഇത് നിന്റെ അവസാന സമയമാണ്, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല ഹുബൈബേ.
നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും നീ ധിക്കാരിയാണ് ഹുബൈബേ, നീ ആ മുഹമ്മദ് എന്ന് പറയുന്ന കള്ളവാദിയെ പറ്റി നീ അപവാദം പറഞ്ഞില്ല, ഇസ്ലാമിൽ നിന്നും നീ പിന്മാറിയതുമില്ല. എങ്കിലും നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നു ഹുബൈബേ, നിനക്ക് അവസാനമായ എന്തെങ്കിലും അഭിലാഷമുണ്ടോ? നിനക്ക് അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ ഹുബൈബേ എന്നതാ ചോദിക്കുമ്പോൾ അതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്കെന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ സലാം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സലാം പറയാൻ ഇവിടെ ആരുമില്ലല്ലോ. നമ്മളൊന്ന് ചിന്തിക്കണം സുഹൃത്തുക്കളെ, കഴുകുമരത്തിന്റെ മുമ്പിൽ പോലും ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം വെച്ച സഹാബിയെ, ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും ഹബീബായ തങ്ങളെയും ഇസ്ലാമിനെതിരെയും ഒന്നും പറയാത്ത സ്വഹാബിയായിരുന്നു മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഹബീബായ തങ്ങൾക്ക് ഞാൻ സലാം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ആ സലാം പറയാൻ ഇവിടെ ആരുമില്ലല്ലോ. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നതാ പറഞ്ഞപ്പോൾ അതാ ഏഴാം ആകാശത്ത് നിന്നും ചിറകിട്ടടിച്ചുകൊണ്ട് തൻ്റെ 600 ചിറകുകളും ഭൂമിയുടെ വിധാനത്തേക്ക് വിതച്ചുകൊണ്ട് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അതാ കടന്നു വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അവിടെ നിന്നും സമാധാനിപ്പിക്കുന്നു. നീ വിഷമിക്കണ്ട ഹുബൈബേ, നീ വിഷമിക്കണ്ട ഹുബൈബേ, നീ നാളെ സ്വർഗത്തിലാണ് ഹുബൈബേ, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിലാണ് ഹുബൈബേ എന്നതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നാം 10 കാശ് മതി, അല്ലെങ്കിൽ എനിക്ക് സ്വർണം മതി, അല്ലെങ്കിൽ എനിക്ക് വെള്ളി മതി, അല്ലെങ്കിൽ എനിക്ക് പദവി മതി എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എത്രയാണ്? നാളെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിലാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റി നബിയും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് അതാ കടന്നു വരുന്നു റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സലാമുമായിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റി ഹബീബായ തങ്ങളോട് വന്നിട്ട് മലക്ക് ജിബ്രീൽ പറയുമ്പോൾ ഹബീബായ തങ്ങളതാ പൊട്ടിക്കരയുകയാണ്. അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തിനെ നോക്കുന്നു. അപ്പോൾ അതാ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ, അങ്ങെന്തിനാണ് പൊട്ടിക്കരയുന്നത്, എന്ത് പറ്റി നബിയേ എന്നതാ റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു, ഹുബൈബിനെ തൂക്കിലേറ്റി സഹാബ, ഹുബൈബിനെ അവിടെ നിന്നും തൂക്കിലേറ്റി സഹാബ, ഹുബൈബിന്റെ സലാമായിട്ട് വന്നതാണ് മലക്ക് ജിബ്രീൽ. ഇതറിഞ്ഞ സഹാബാക്കളും അവിടെ നിന്നും പൊട്ടിക്കരയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഖുർആൻ തന്നെ പറയുന്നില്ലേ, അഫലാ തതഫക്കറൂൻ, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്നതാ ഖുർആൻ തന്നെ പറയുന്നില്ലേ. നമ്മളതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് നോക്കിയപ്പോൾ അതാ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം എത്രയാണ്, ഹുബ്ബ് എത്രയാണ്, പ്രണയം എത്രയാണ്, ഇഷ്ക് എത്രയാണെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ കഴുകുമരത്തിന്റെ മുമ്പിലെ പോലും പതറാതെ നിന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ പെട്ടെന്നൊരു ദിവസം നബിദിനം അങ്ങോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഉമ്മത്ത് എന്തൊക്കെയാണ്
കാണിച്ചു കൂട്ടുന്നത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? കുറെ വണ്ടികളും ഇറക്കിയിട്ട് അതാ റോഡിലേക്ക് കുറെ ഊകിപ്പായുന്ന വണ്ടികളും ഇറക്കിയിട്ട് കുറെ സ്പീക്കറും അടക്കി വെച്ചിട്ട് അതാ കുറെ DJ സോങ്സും വെച്ചിട്ട് ഹബീബായ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞു കൂട്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, സ്റ്റാറ്റസുകളിൽ മാത്രം നിറഞ്ഞാടുന്ന പ്രണയമാവരുത് നമ്മളുടേത്. സ്റ്റാറ്റസിൽ മാത്രം നിറഞ്ഞാടുന്ന പ്രണയമാവരുത് നമ്മളുടേത്. ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാമെങ്കിലും ഹബീബായ തങ്ങളോട് നമുക്കൊരു 10 സ്വലാത്ത് ദിവസം ചെല്ലാൻ കഴിയുമോ? ഹബീബായ തങ്ങളോടതാ, ഹബീബായ തങ്ങളുടെ അവസാന നിമിഷത്തിൽ ഹബീബായ തങ്ങളതാ മരണപ്പെടുന്നതിന്, വഫാത്താവുന്നതിന് തൊട്ട് മുമ്പ് അസ്റായീൽ വന്നിട്ട് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങയുടെ പേരിൽ ആരെങ്കിലും അവിടെ നിന്നും ദിവസേന 10 സ്വലാത്ത് അവിടെ നിന്നും ചെല്ലുകയാണെങ്കിൽ, അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരെങ്കിലും 10 സഹാബാക്കൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അസ്റായീൽ കടന്നു വന്നിട്ട് അതാ കടന്നു വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അതാ കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരില് ദിവസേന 10 സ്വലാത്ത് ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ അവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ? എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഉമ്മ അതാ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ആരാ കടന്നു വന്നത്? അസ്റായീൽ കടന്നു വന്നിട്ട്, മഹാനായ അസ്റായീൽ, മലക്കുൽ മൗത്ത് അസ്റായീൽ കടന്നു വന്നിട്ട് പറയുമ്പോ അങ്ങയുടെ പേരിൽ ദിവസേന 10 സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ റൂഹ് പിടിക്കുന്നത് ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ ആയിരിക്കുമെന്ന് അസ്റായീൽ ഹബീബായ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരു ദിവസം 10 സ്വലാത്ത് പോലും അവിടെ നിന്നും ചെല്ലാൻ സാധിക്കുന്നില്ല? അങ്ങനെ എത്രയൊക്കെ സംഭവങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളത്. ഹബീബായ തങ്ങളോട് ഇഷ്ടം വെച്ചുകൊണ്ട് വേറൊരു സഹാബി, മഹാനായ അബൂദറുൽ ഗിഫാർ, മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു. ആരാണ് മുഅ്മിനീങ്ങളെ മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹബീബായ തങ്ങളും സഹാബാക്കളും അതാ അവിടുന്ന് പലായനം ചെയ്തപ്പോൾ അതാ ഇഫാർ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ നടുവിലൂടെയാണ് ആ പാതയുള്ളത്. അതുവഴിയായിരുന്നു സഹാബാക്കളും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കടന്നു പോയിരുന്നത്. അങ്ങനെ അതാ ഹബീബായ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളും കടന്നു പോകുമ്പോൾ അതാ സഹാബാക്കൾ അതാ ഒരാളെ അതാ അവിടെ നിന്നും മർദ്ദിക്കുന്നത് കാണുന്നു. ആരെയാണ് മർദ്ദിക്കുന്നത്? അതാ ഹബീബായ തങ്ങൾ ഓടി വന്നിട്ട് പറയുന്നു, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ സഹാബ, അത് ഇഫ്ഫാർ ഗോത്രത്തിന്റെ തലവനാണ് സഹാബ, അത് ഇഫ്ഫാർ ഗോത്രത്തിന്റെ തലവനായ മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബ. അന്നത്തെ കാലത്ത് അബൂദറുൽ ഗിഫാർ എന്ന് പറയുന്ന സഹാബി ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹബീബായ തങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്, ഇഷ്ക് കണ്ടിട്ട്, ഇഷ്ടം കണ്ടിട്ട്, മുഹബ്ബത്ത് കണ്ടിട്ട്, പ്രണയം കണ്ടിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം കണ്ടിട്ടതാ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബി മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് കടന്നു വന്നത്? ഹബീബായ തങ്ങളോട് സ്വഭാവം കണ്ടിട്ട്. അല്ലാതെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വാപ്പായോ ഉമ്മായോ മുസ്ലിമായെന്ന് കരുതിയിട്ടല്ല അവരും മുസ്ലിമായത്. ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടിട്ട്, ഇഷ്ക് കണ്ടിട്ട്, ഇഷ്ടം കണ്ടിട്ട്, ഹുബ്ബ് കണ്ടിട്ട്, മുഹബ്ബത്ത് കൊണ്ട് ഹബീബായ തങ്ങളോടുള്ള പ്രണയം കാരണത്താലായിരുന്നു മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു അതാ ഇസ്ലാം സ്വീകരിച്ചത്.
അങ്ങനെ അതാ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം കാരണത്താൽ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് അതാ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, സ്വർണവും വെള്ളിയും കനികളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരു മുതലാളി തന്റെ വർഷാവർഷമുള്ള സമ്പത്തിൽ നിന്നും 2.5% ദീനിന് വേണ്ടി കൊടുക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ എന്റെ പ്രിയമുള്ളവരെ, ഈ മഹാനായ അബൂദർ ലിഫാർ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? അക്കാലത്തെ കോടിപതിയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ അംബാനിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ടല്ലോ, കോടികളുടെ മുമ്പിൽ കിടക്കുന്ന കോടികളുള്ള ഈ അംബാനി പോലുള്ള ആളുകളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 6-ാം നൂറ്റാണ്ടിൽ ആരാണ്? മഹാനായ അബൂദർ ലിഫാർ റളിയല്ലാഹു തആല അൻഹു. അതാ കോടിക്കണക്കിന് സമ്പത്തുള്ള സഹാബിയായിരുന്നു. ധാരാളം ഒട്ടകങ്ങളുള്ള, കുതിരകളുള്ള, ധാരാളം ഈന്തപ്പനത്തോട്ടങ്ങളുള്ള മഹാനായ അബൂദർ ലിഫാർ റളിയല്ലാഹു തആല അൻഹു. അതാ ഈ ആയത്തിറങ്ങിയപ്പോൾ തന്റെ വർഷാവർഷമുള്ള സമ്പത്തിൽ നിന്നും 2.5% ദീനിന് വേണ്ടി കൊടുക്കണമെന്ന ആയത്തിറങ്ങിയപ്പോൾ അതാ ഹബീബായ തങ്ങളുടെ അതാ ഖുർആനിൽ നിന്നും ഇങ്ങനെയുള്ള ഈ ആയത്തിറങ്ങിയപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർ ലിഫാർ റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ മുഴുവൻ സമ്പത്തും അതാ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു.